അപ്പോൾ നമ്മൾ ഇവിടെ, അതായത് നമ്മൾ എടുത്ത റെഫറൻസിനുള്ള ഇമേജിൽ ഇവിടെ ഒരു ചെറിയ ഗ്രേഡിയൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്രേഡിയൻറ്റും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അതിനകത്തോടെ ഫുള്ള് പൂർത്തിയാകണ്ട, ഇവിടെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ട്, ആ ഗ്രേഡിയൻറ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ എലമെൻസിൽ വരിക, ഗ്രേഡിയൻറ്റ്, ഇമേജ് ഫോട്ടോസിൽ നമുക്ക് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള കളർ തന്നെ ഗ്രേഡിയൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സൈസ് കുറച്ചിട്ട് അതൊന്ന് ഫിറ്റാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കറക്റ്റായല്ലേ ഗ്രേഡിയൻറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പേര് ആഡ് ചെയ്യണം. നമ്മളെടുത്ത ഇമേജിൽ അവിടെയും പേരുണ്ടായിരുന്നു, ജോൺ സ്മിത്ത് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എന്ത് ചെയ്യുക, അതും കൂടെ ആഡ് ചെയ്യുക. ഞാൻ നേരത്തെ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചതായിരുന്നു, അതും കൂടെ ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. അപ്പോൾ എന്തായി, ആ ഇവന്റ് പോസ്റ്റർ എന്ത് ചെയ്തു, നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, ഒരു സെയിൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സെയിൽ പോസ്റ്ററിന് ഞാൻ എടുക്കുന്ന റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ റെഫറൻസ് ആണ്. ഇതാണ് നമ്മൾ സെയിൽ പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ വേണം, നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതിൻ്റെ ബാക്കിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ഡോട്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൻ്റെ ഉള്ളിൽ ഗ്രിഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എലമെന്റ്സ് എന്ന് പറയാൻ 2 സ്റ്റാർ, പിന്നെ ഇതൊന്നും, അത്ര എലമെന്റ് ഉള്ളു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലോത്ത് ബാക്ക്ഗ്രൗണ്ട് കിട്ടുമോ നോക്കാം ആദ്യം. അതിന് പാകമായിട്ടുള്ള ക്ലോത്ത് ബാക്ക്ഗ്രൗണ്ട് കിട്ടുമോ നോക്കാം. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് എടുക്കാം, ഈ ക്ലോത്ത് ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഒരു ബോക്സ് വേണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ബോക്സ് വെക്കാം. ബോക്സ് കുറച്ച് ചെരിഞ്ഞിട്ടാണ്, ബോക്സിന്റെ കളർ യെല്ലോ ആണ്. തൽക്കാലം നമുക്കൊരു ബ്ലൂ കൊടുക്കാം, ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, യെല്ലോ കൊടുക്കാം. അത്ര ചെരിവില്ല, കുറച്ച്. ഓക്കെ, ഒരു ബോക്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോക്സിന്റെ കളർ അതിലുള്ള പോലത്തെ യെല്ലോ ആക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ബ്രൗസർ, കളർ പിക്കർ, ആഡ് കളർ, യെല്ലോ സെലക്ട് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും, യെല്ലോ ഇവിടെ കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, കളർ, ആഡ് കളർ, നമുക്ക് എന്ത് ചെയ്തു, ആ യെല്ലോ കിട്ടി. ഇനി ഇതിന്റെ മേലെ ഒരു ഗ്രിഡ് വരണം. നമുക്ക് എന്ത് ചെയ്യാം, ഗ്രിഡ് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ഫ്രെയിം അല്ല വേണ്ടത്, ഗ്രിഡാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ഗ്രിഡ് ഉണ്ട്. നമുക്ക് ഈ പുറത്ത് ഈ ഒരു ലൈൻ ഇല്ലാത്ത ഗ്രിഡ് വേണം, ഇതുപോലത്തെ ഗ്രിഡ് വേണം. നമുക്ക് ഇത് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രിഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഗ്രിഡിനെ ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്തിട്ട് കറക്റ്റ് അളവാക്കി വെക്കാം. കണ്ട, കറക്റ്റ് നമ്മൾ ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഗ്രിഡിന്റെ ഒപ്പാസിറ്റി ഒരു 50 ഇട്ട് കൊടുക്കാം നമുക്ക്. കാരണം ഇമേജിൽ ഗ്രിഡ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത്ര എങ്ങനെയാണ് ഇമേജിൽ ഉള്ളൂ. നമ്മളെടുത്ത
ഫോട്ടോയിലുള്ളൂ. കണ്ട, നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഒരാളെ വേണം അല്ലേ. ആ ആളുടെ കയ്യിൽ എന്താ ഉള്ളത്, ആളുടെ കയ്യിൽ ഉള്ളൊരു സാധനം ഉണ്ട്, അതിൻ്റെ പേര് എനിക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അറിയാം. അങ്ങനെ നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ ക്രോം ബ്രൗസർ യൂസ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ക്യാമറൻ്റെ ബട്ടൺ കണ്ട, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്ത്, അപ്പോൾ എനിക്ക് എന്ത് വന്നു, അതേപോലത്തെ സാധനം വന്നു. ഇനി ഇവിടെ നോക്കിയാൽ എനിക്ക് എന്ത് കിട്ടും, ഇവിടെ സെർച്ച് ചെയ്താൽ മതി, വാട്ട് ഇസ് കോൾഡ്, ഇതിനെന്താണ് വിളിക്കുന്നത് എന്നാണ് നമ്മൾ സെർച്ച് ചെയ്തത്. അപ്പോൾ നമുക്കെന്ത് കിട്ടും, ഇവിടെ അതിൻ്റെ പേര് കിട്ടും. മെഗാഫോൺ എന്ന് പറയുന്നുണ്ട്. മെഗാഫോൺ എന്നാണ് അതിൻ്റെ പേര് എന്ന് തോന്നുന്നുണ്ട്. മെഗാഫോൺ. ഓക്കെ, ആടാ മെഗാഫോൺ. അങ്ങനെ നമുക്ക് പേര് കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടേ, അത് വേണ്ടേ, മെഗാ ഹാൻഡ് ഹോൾഡിംഗ് മെഗാഫോൺ. ഇത് ഞാൻ നേരത്തെ ഇവിടെ സെർച്ച് ചെയ്തിട്ടുള്ളതാണ്. ഹാൻഡ് ഹോൾഡിംഗ് മെഗാഫോൺ സെർച്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ സാധനം കിട്ടും. ഇനി ഫോട്ടോസിൽ വരിക. ഫോട്ടോസിൽ വന്നാൽ നമുക്കിവിടെ നമ്മൾ ഉദ്ദേശിച്ച ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതെടുക്കുക, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് കൊടുക്കുക, ആഡ് കൊടുക്കുക. ഇത് പറ്റേ നല്ലവണ്ണം ചെരിഞ്ഞോ, നമ്മളതും അതും നല്ലവണ്ണം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ ചെരിവ് നമുക്ക് നേരാക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഗ്രിഡും ബോക്സും നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യാം. ഗ്രിഡും ബോക്സും നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. കുറച്ചൊന്ന് ലെവലാക്കിയാൽ ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക, ആളവിടെ ആഡ് ചെയ്യുക. ആളവിടെ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തുണ്ട്, ആ ഇമേജിൽ എന്തുണ്ട്, ഈ ആളുടെ ചുറ്റും ഒരു സ്ട്രോക്ക് ഉണ്ട്. മനസ്സിലായ, ആളുടെ ചുറ്റും എന്തുണ്ട്, ഒരു സ്ട്രോക്ക് ഉണ്ട്. ഈ സ്ട്രോക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഇവിടെ എടുത്തിട്ട് ഈ സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെയാണ് സ്ട്രോക്ക് വരിക. ബോക്സ് ടൈപ്പിലാണ് സ്ട്രോക്ക് വരിക. നമുക്ക് ഇതിന് സ്ട്രോക്ക് കൊടുക്കാൻ പറ്റില്ല ശരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. സ്ട്രോക്ക് കൊടുക്കാൻ പറ്റൂല മീൻസ് അങ്ങനെ സ്ട്രോക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഇതിലില്ല. ഓക്കെ, മനസ്സിലായോ, ആ ഒരു സിസ്റ്റം ഇതിലില്ല. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് ബാക്കത്തത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഇമേജിൽ നമ്മളിവിടെ ഡ്യൂ ടോണിൽ പോയിട്ട് ബ്ലൂ അല്ലേ വന്നത്, ബ്ലൂ സെലക്ട് ചെയ്യുക. അതിൻ്റെ കളറ് നല്ല ഡാർക്ക് ബ്ലൂ ആക്കാം. ആ കളർ തന്നെ എടുത്താൽ മതി. ആ കളർ ഏതാ, ഈ കളറ്. അപ്പോൾ ആ കളർ എങ്ങനെ എടുക്കുക, കളർ പിക്കർ എടുക്കുക, കളർ സെലക്ട് ചെയ്യുക, ക്ലിക്ക് കൊടുക്കുക, എന്നിട്ട് കളർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ കളർ കിട്ടി. Ctrl+C. ഇനി ഇവിടെ വരിക, ആ കളർ കോപ്പി ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, ആ കളർ കിട്ടി. വേണ്ട, ഇപ്പോൾ സ്ട്രോക്ക് വന്നില്ലേ. ഇനി എന്ത് ചെയ്യുക, ഏറ്റവും മേലത്തെ ലെയർ കുറച്ച് ചെറുതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിന്റെ താഴെ എന്തില്ല, സ്ട്രോക്ക് ഇല്ല. അതായത് ഇവിടെ എന്തില്ല, ആ ഇമേജിൽ സ്ട്രോക്ക് ഇല്ല. സ്ട്രോക്ക് മേലെ വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിൽ കറക്റ്റ് ആയിട്ട് അതുപോലെ കിട്ടൂല. കണ്ട, ഇവിടെ താഴെ സ്ട്രോക്ക് ഇല്ല, ഈ താഴെ ഇവിടെ വരെ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, താഴത്തെ നമ്മൾ എന്ത് ചെയ്യണം, ക്രോപ്പ് ചെയ്ത് കളയണം. അത് നമുക്ക് എന്ത് ചെയ്യാം, ക്രോപ്പ് ചെയ്ത് കളയാം. ആദ്യം ഇതിന്റെ മുന്നേ കറക്റ്റ് അതുപോലെ നമുക്ക് കിട്ടൂല, പക്ഷെ എന്നാലും ഏറെക്കുറെ നമുക്ക് അതുപോലെ കിട്ടും. ഓക്കെ, കാരണം എന്താ വെച്ചാൽ അത് കറക്റ്റ് സ്ട്രോക്ക് കൊടുക്കുന്നതും ഇത് നമ്മൾ സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതുമാണ്. സ്ട്രോക്ക് എന്നാണ് അതിന് പറയാം, നമ്മൾ ഈ ചുറ്റു കൊടുക്കുന്ന സാധനത്തിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനി താഴെയുള്ള സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ സെലക്ട് ചെയ്യാം, എന്നിട്ട് ക്രോപ്പ് പോവുക. എന്നിട്ട് ആ താഴെയുള്ളത് ഒന്നുകൂടെ ക്രോപ്പ് ചെയ്തിട്ടാൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഇവരെ രണ്ടാളെയും എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് ഫിറ്റാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ബോക്സും കൂട്ടിയിട്ട് എല്ലാം അങ്ങോട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ശരിയായി. ഇനി നമുക്ക് എന്താണ്ട്, ഓക്കെ,
അത് ശരിയായി. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ഒക്കെ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇവിടെ ഒരു ബോക്സ് ഉണ്ട് വിത്ത് ഗ്രിഡ്. അതുപോലെ ഇവിടെ കുറച്ച് 1 2 3 സ്റ്റാർ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ 3 ലൈനും ഉണ്ട്. നമുക്ക് ആദ്യം ബോക്സ് കൊടുക്കാം. ബോക്സിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവനെ കോപ്പി ചെയ്ത് കൊണ്ടുവെക്കാം. നമ്മൾ അൺഗ്രൂപ്പ് ചെയ്തൊക്കെ വീണ്ടും ഗ്രൂപ്പ് ചെയ്യണം. ഞാൻ ആ ബോക്സിന്റെ വലിപ്പം എത്രയെന്നുള്ള കാര്യം നോക്കട്ടെ നമുക്ക്. ചെറിയ ബോക്സാ, വലിയ വലിപ്പമൊന്നുമില്ല, ചെറിയൊരു ബോക്സാണ്. ഓക്കെ, ചെറിയൊരു ബോക്സാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ചെരിവുണ്ട് ഇവിടെ. ഇങ്ങനെയാണ്. ഓക്കെ, ബോക്സ് ആഡ് ചെയ്തു. ഇനി എന്താ ഉള്ളത്? പിന്നെ 3 സ്റ്റാർ. ഇവിടെ ഈ ഡോട്ട് ഡോട്ട് ഉണ്ട്, 2 ഡോട്ട് ഡോട്ട്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. 1 ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർ ഉണ്ടാക്കണം. ഒരു 3 സ്റ്റാർ വേണം. സ്റ്റാർ, ഈ സ്റ്റാറാണ് അതിലുള്ളത്. ഇപ്പോൾ സ്റ്റാർ എടുക്കുക. സ്റ്റാറിന് നമുക്ക് എഡിറ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അവിടെയുള്ള സ്റ്റാറിന് എന്തുണ്ട്? ഒരു ഷാഡോ ഉണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? അവിടെ സ്റ്റാറിന് ഷാഡോ ഉണ്ട്, എല്ലാത്തിനും ഷാഡോ ഉണ്ട്. അപ്പോൾ ആ ഷാഡോ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഷാഡോയും ഉണ്ട്, ചെറിയൊരു ഒരു എന്തുണ്ട്? സ്ട്രോക്ക് ഉണ്ട്. ഈ ചുറ്റുമുള്ള വരുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, ബോർഡർ, അതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയാട്ടാ. ചെറിയൊരു സ്ട്രോക്ക് ഉണ്ട് അവിടെ. ആദ്യം നമുക്ക് ഷാഡോ ആഡ് ചെയ്തിട്ട്, ഷാഡോക്ക് സ്ട്രോക്ക് ഇല്ല, നോർമൽ മാത്രമേ ഉള്ളൂ. ഷാഡോ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യുക? ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, എന്നിട്ട് താഴത്തെ ലെയർ പിടിച്ചിട്ട് ബ്ലാക്ക് ആക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറക്കുക. അവിടെ ഒപ്പാസിറ്റി കട്ടിയുണ്ട്, അവിടുത്തെ ഷാഡോ കട്ടിയുണ്ടോ നോക്കിയാൽ മതി. ആ, ഷാഡോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 80 ഒക്കെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനെന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? മേലത്തെ എടുക്കുക. ഇപ്പം ഷാഡോ ആയി. ഇനി ചെറിയൊരു സ്ട്രോക്ക് വേണ്ടേ? നമുക്ക് 5 ബോർഡർ കൊടുത്തു നോക്കാം. 5 ബോർഡർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് Alt 1 അടിക്കുക, ഇത് 2 അടിക്കുക, Ctrl G അടിച്ച് എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ വേറെ പണിയുണ്ട്. കളർ നമ്മൾ മാറ്റിയിട്ടില്ല. അതിലുള്ള കളർ നമുക്ക് എന്ത് ചെയ്യണം? അതിൽ ഇവിടെ യെല്ലോ ആണ്, ഇവിടെ വേറെ കളറാണ്, നമുക്ക് മാറ്റണം. Ctrl G അടിക്കുക, ഒന്ന് ഇവിടെ. ഇനി Ctrl C Ctrl V അടിക്കുക, ഒന്ന് ഇവിടെ ഒന്ന് വേണം, അതിന് കളർ വേറെയാണ്. ഇവിടെ ഒന്ന് വേണം,
അതിൻ്റെ കളർ വേറെയാണ്. അപ്പോൾ ആ കളർ നമുക്ക് എന്ത് ചെയ്യണം, എടുക്കണം. സെലക്ട് ചെയ്യുക, കളർ പോവുക, ആഡ് കളർ കൊടുക്കുക, കോപ്പി ചെയ്ത് എടുക്കുക. ഗ്രൂപ്പ് ചെയ്യാൻ പോയിട്ട് എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ അല്ലേ ആ സ്റ്റാർ ഒന്ന് ഓക്കെ, ഇവിടെയാണ് സ്റ്റാർ ഒന്ന്. ഇനി നമുക്ക് എന്ത് വേണം, ഒരു സ്റ്റാറും കൂടി വേണം. പക്ഷെ അത് ഈ സ്റ്റൈലിലുള്ള സ്റ്റാർ അല്ല. ഓക്കെ, വേണ്ട, ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാർ വേണം. നമുക്ക് സ്റ്റാറിൽ പോയാൽ നമുക്ക് അങ്ങനത്തെ കറക്റ്റായിട്ട് അങ്ങനത്തെ കിട്ടിയിട്ടില്ല. പക്ഷെ ഏകദേശം അങ്ങനത്തെ ഒരു സാധനം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ എന്തുണ്ട്, ഷാഡോയും ബോർഡറും എല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഷാഡോ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ബോർഡർ ക്രിയേറ്റ് ചെയ്യാം. Ctrl+C Ctrl+V, Alt 1 അടിക്കുക, താഴത്തെ ലെയർ എടുക്കുക, ബ്ലാക്ക് കൊടുക്കുക, ഒപ്പാസിറ്റി ട്രാൻസ്പാരൻസിയിൽ പോവുക, 100 മാറ്റിയിട്ട് 80 ആക്കുക. കീബോർഡുമേ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് മേലത്തെ ലെയർ ക്ലിക്ക് ചെയ്യുക, കളറിൽ പോവുക, കളറ് നമ്മൾ ഇപ്പം എടുത്ത് വെച്ച ഈ കളറാക്കുക. എന്നിട്ട് ഇവിടെ ബോർഡറിൽ പോവുക, ബോർഡർ എന്തെടുക്കുക, ഒരു 5 കൊടുക്കുക. എന്നിട്ട് Alt 1 അടിക്കുക, Alt 1 അടിച്ചിട്ട് ഇപ്പം ഉണ്ടാക്കി വെച്ച് രണ്ടെണ്ണം ക്ലിക്ക് ചെയ്ത് Ctrl+G അടിച്ചാൽ എന്ത് സംഭവിക്കും, അത് ഗ്രൂപ്പ് ആവും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തില്ല. ഇനി നമുക്ക് ടെക്സ്റ്റ് മാത്രമല്ല ഉള്ളൂ ഇതിൽ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ആയില്ലേ? ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം സെയില് വേണം. സെയിൽ ഈ ഫോണ്ടിൽ നമുക്ക് കിട്ടണം. അതേത് ഫൗണ്ടാണ് എന്നുള്ളതാണ്. ഹെഡിങ് പോവാ, സെയിൽ, Ctrl+C Ctrl+V, സെയിൽ, Ctrl+C Ctrl+V, സെയിൽ. നമുക്ക് എന്ത് ചെയ്യാം, ഇവനെയും എല്ലാവരും പിടിച്ച് ഗ്രൂപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് പോക്കണം, കുറച്ച് വലുപ്പം കൂട്ടിയിട്ട് ഇനി ഇതിൻ്റെ ഫോണ്ട് നമ്മൾ മാറ്റണം. ഫോണ്ട് നമുക്ക് ഈ ഫോണ്ട് കൊള്ളാം, കറക്റ്റായിട്ട് തന്നെ കിട്ടി. ഇനി നടുത്തത് എഫക്റ്റ് പോവാ, ഈ എഫക്റ്റ് പോവാ, എഫക്ട്സ് പോവാ, ഈ എഫക്റ്റ് കൊടുക്കുക. ഇനി അതിന് ഫൗണ്ടിന് ഷാഡോ ഉണ്ടോ അവിടെ? അതിൻ്റെ ഫോണ്ടിന് ഷാഡോ ഉണ്ടോ? ഇല്ല, ഫോണ്ടിന് ഷാഡോ ഇല്ല. ചെറിയ രീതിക്ക് ഷാഡോ ഉണ്ടോ? ഇല്ല, അവിടെ ഫോണ്ടായിട്ട് തന്നെ കിടക്കുന്നത്. പിന്നെ മാത്രമല്ല, ഈ സെയിൽ എന്നുള്ള ഒരു സെയില് ഇയാളുടെ തലൻ്റെ ബാക്കിലോട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ സെയില് ബാക്കിലോട്ട് പോകുന്നില്ല. അതിന് കാരണം എന്താ, ഈ പെണ്ണ്, അതായത് ഈ പെണ്ണ് കിടക്കുന്നത്, ഈ ആള് കിടക്കുന്നത് എവിടെയാണ്? ഈ ആള് കിടക്കുന്ന ഈ സൈഡിലാണ്. പക്ഷേ നമ്മൾ എടുത്ത ഇമേജിൽ കിടക്കുന്നത് ആള് സെൻറ്ററിലാണ്. അപ്പോൾ നമുക്ക് ആളെ സെൻറ്ററിലോട്ട് മാറ്റാൻ പറ്റുമോ നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, Ctrl+Shift+G അടിക്കണം. എന്തിനാണ് Ctrl+Shift+G അടിക്കണേ? എല്ലാം അൺഗ്രൂപ്പ് ചെയ്യണം നമ്മൾ ആദ്യം.
എന്നിട്ട് നമ്മൾ ഈ ഷാഡോയും അത് രണ്ടും ഇതാക്കിയിട്ട് ഒന്ന് സെൻറ്റർക്ക് ആക്കിയിട്ട് ഒന്ന് വലുതാക്കി നോക്കാം. ഓക്കെ, ഇതൊരു രസമുണ്ടല്ലേ കാണാൻ. ഈ ഫ്രെയിമിന്റെ പുറത്തോട്ട് പോകുമ്പോൾ ഒരു രസമല്ലേ കാണാൻ, അതിലാ രസമല്ലേ. ഓക്കെ, ഇവനെ ഇവിടെ വേണ്ട, നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. സെൻറ്റർക്ക് വെച്ചിട്ടുണ്ട്. സെൻറ്റർക്ക് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും, മൈക്ക് പുറത്തോട്ട് പോകും. ഓക്കെ, പുറത്തോട്ട് പോയത് പ്രോബ്ലം അല്ല, പുറത്തോട്ട് പോയത് പ്രോബ്ലം അല്ല. കാരണം എന്താ, കാണാൻ അതിലൊരു രസമുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഈ ടെക്സ്റ്റിനെ പിടിച്ചിട്ട് എവിടെ കൊണ്ടുവരണം അറിയോ, ഇയാളുടെ ബാക്കിൽ കൊണ്ടുവരണം. ആളുടെ ബാക്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഓ ടെക്സ്റ്റ് മാറി, അതാണ്. ഈ ടെക്സ്റ്റ് പിടിച്ചിട്ട് ആളുടെ ബാക്ക് കൊണ്ടുവരണം. അപ്പം എന്താവും, ഇങ്ങനെ ആവും. ഇങ്ങനെയാണ് വേണ്ടത് ടെക്സ്റ്റിൻ്റെ സൈസ്. ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് എല്ലാത്തിനും ആ സൈസ് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഏകദേശം ആ ഒരു ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് എന്താ വേണ്ടത്, അങ്ങനെ കൊടുക്കുമ്പോൾ ഇയാളെ കുറച്ച് വലുതാക്കുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ട്. അതിവിടെ കൊടുക്കാൻ നമുക്ക് സ്പേസ് ഇല്ല, പ്രോബ്ലം അല്ല. പക്ഷെ എന്നാലും കാണാനും മറ്റേതിലാറ് ഒന്നും കൂടി ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ നമുക്കിവിടെ 50% ഓഫ് കൊടുക്കാം. 50% ഓഫ്. ആ 50%ന് ഷാഡോ ഉണ്ട്, ഷാഡോ കുറച്ച് കട്ടിയുണ്ട്. ഓക്കെ, ഹെഡിങ് 50%. ആ 50%ന് എന്തുണ്ട്, ഒരു ചെരിവും കൂടെ ഉണ്ട്. ഫോണ്ടിൽ പോവാ, ചെരിവുള്ള ഒരു ബോൾഡ് സാധനം നമുക്ക് എന്തെടുക്കണം, കണ്ടുപിടിക്കണം അതിന്. സിംഗറസ്റ്റ് ബേസ് എന്ന് പറഞ്ഞ ഒരു ഫോണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആക്ച്വലി ഈ ഫോണ്ട് എന്താണ്, പ്രീമിയം ആണ്. ഓക്കെ, ഈ ഫോണ്ട് പ്രീമിയം ആണ്. ഓക്കെ, കളറിൽ പോവുക, കളറാക്കുക, എഫക്ട്സിൽ പോവുക, ഷാഡോ ആഡ് ചെയ്യുക. ഷാഡോൻ്റെ കളർ മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കുക. ബ്ലാക്കിൽ ട്രാൻസ്പെറൻസി 80 ആക്കുക. ഓക്കെ, കുറച്ചും കൂടെ ഒരു പൊടിക്ക് വലുപ്പം കൂട്ടാം. ഓക്കെ, ഇനി ഓൾ ഐറ്റംസ് എന്നല്ല ഇവിടെ ഉള്ളത്, എന്താണ് ഓൾ ഐറ്റംസ് അപ് ടു, ഓ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഈ 50% ഓഫ് എന്നുള്ളത് നല്ല വലിപ്പമാണ്, നമ്മൾ കൊടുത്തല്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ഐറ്റംസ് അപ് ടു 50% ഓഫ്. അപ്പോൾ നമുക്ക് അത് കൊടുക്കാം. സബ്മിറ്റിംഗ് ഓൾ ഐറ്റംസ് അപ് ടു ഫോണ്ട് ഇവിടെ ഇയർഫോണിൽ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് ഫ്രെയിം ഔട്ട് ആവും. പക്ഷെ അത് പ്രോബ്ലം അല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ എടുത്ത റെഫറൻസ് ഫ്രെയിം ബേസ് ചെയ്തിട്ടല്ല കിടക്കുന്നത്. കാരണം എന്താ, ലോഗോ ഇവിടെയാണ് കിടക്കുന്നത്. ഫ്രെയിം ബേസ് ചെയ്തിട്ടല്ല നമ്മൾ എടുത്ത പോസ്റ്റർ കിടക്കുന്നത്, റീക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റർ കിടക്കുന്നത്. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യാം, ബട്ട് ഓൾ ഐറ്റംസ്, ഈ ഓൾ ഐറ്റംസ് എന്നുള്ളത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഓൾ ഐറ്റംസ് കൺട്രോൾ ബി, ഓഫ്. വേണ്ട, ഓൾ
ഐറ്റംസ് അപ് ടു 50% ഓഫ്. നമ്മൾ എന്ത് ചെയ്യുക, അത് മുഴുവനായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ നേരത്തെ നമ്മളിവിടെ അൺഗ്രൂപ്പ് ചെയ്ത് വെച്ച സാധനം അല്ലായിരുന്നോ, അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യണം. 1 2 3 4 5 6 7 അതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ ആഡ് ചെയ്യാനുള്ളത്? ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനുണ്ട്, പിന്നെ ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനുണ്ട്, പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളും അതിൽ ഉണ്ട്. പക്ഷെ നമുക്ക് എന്തില്ല, ഇവിടെ സ്പേസ് ഇല്ല. പിന്നെ ഇവിടെ ലോഗോയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ടെക്സ്റ്റ് എന്താ നോക്കാം. ഫ്രീ ഷിപ്പിംഗ്, പിന്നെ വെബ്സൈറ്റിൻ്റെ പേരുമാണുള്ളത്. ഓക്കെ, ഫ്രീ ഷിപ്പിംഗ് സപ്പട്ടി. ഫ്രീ ഷിപ്പിംഗ് ഫോണ്ടിൽ പോവുക, പിന്നെ വെബ്സൈറ്റിൻ്റെ പേരുമാണുള്ളത്. .com. ഓക്കെ, ഈ വെബ്സൈറ്റിൻ്റെ പേര് എങ്ങനെയാണ് കിടക്കുന്നത്? വെബ്സൈറ്റിൻ്റെ പേര് ഒരു ബോക്സിനകത്തല്ല കിടക്കുന്നത്. വേണ്ട, ബോക്സിനകത്താണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ബോക്സ് ആഡ് ചെയ്യണം. എലമെന്റ്സിൽ പോവുക, ബോക്സ് ആഡ് ചെയ്യാം. ബോക്സിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ടൈപ്പ് ചെയ്താൽ അത് കറക്റ്റ് വിടുത്തും കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ടൈപ്പ് ചെയ്ത ഒരു ഇത്തിരി പുറത്തേക്ക് വരും. ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം. വേണ്ട, ഇത് കറക്റ്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി നമ്മളൊരു ബോക്സ് എടുത്ത് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇത്ര കിട്ടൂല. ടൈപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാം. ചെറിയ മാറ്റം ഉണ്ടാവുന്നുള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം അതുമായി. ഇനി നമുക്കെന്താ, ചെറിയ നിങ്ങൾ എപ്പോഴും ഗ്രൂപ്പ് ചെയ്ത് കണ്ട് വേണം ചെയ്യാനായിട്ട്. എല്ലാ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അത് ഗ്രൂപ്പ് ചെയ്യാം, പിന്നെ അതവിടെ വെക്കരുത്. എന്ത് പരിപാടി കഴിഞ്ഞാലും അത് പിന്നെ എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം എന്തായി, അതായി. ഇനി നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് വരുന്നുണ്ട്. ഇവിടെ ആ ടെക്സ്റ്റ് ഞാൻ ഇപ്പം തൽക്കാലം ഒരു ഡെമോ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഞാൻ ഈ ഒരു ഡെമോ ടെക്സ്റ്റ് അവിടെ ആഡ് ചെയ്യണം. ചെറിയൊരു ടെക്സ്റ്റാ, അത് നമുക്ക് തന്നെ അത് കാണുന്നില്ല അതിൽ. ഇനി എന്ത് ചെയ്യുക, ഒന്ന് ബോൾഡ് ചെയ്യുക. പിന്നെ ഇനി എന്താ ഉള്ളത്, ഇവിടെ ലോഗോ ഉണ്ട്. ലോഗോക്ക് ടെക്സ്റ്റ് ഹെഡിങ് പേരെന്തേനും ABCDEF സ്റ്റോർ. സ്റ്റോർ ഞാൻ ഇട്ട പേരാട്ടോ, അതിലുള്ള പേര് തന്നില്ല. ഫോണ്ട് പോവുക, ഫോണ്ട് സെലക്ട് ചെയ്യുക, സ്റ്റൈലൊന്ന് മാറ്റുക, ഇവിടെ വരിക, ഹൈറ്റ് കുറക്കുക, പിന്നെ മേലേക്ക് ഇടാം. ഓക്കെ, ഇനി സ്റ്റോർ അല്ലേ, അപ്പൊ നമുക്കൊരു സൂപ്പർ മാർക്കറ്റിന്റെ ലോഗോ കൊടുക്കാം. സൂപ്പർ മാർക്കറ്റ് ഐക്കൺ. ഞാൻ ഈ ഒരു ഐക്കൺ യൂസ് ചെയ്ത്
നമുക്കിവിടെ ആകെ ഒരു കുറവുള്ളത്, ബാക്കി എല്ലാം ആയിട്ടുണ്ട്. ഇനി ആ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം കാര്യങ്ങളാണ് കുറവുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അതും കൂടി ആയാൽ നമ്മുടെ എന്തായി, ഇത് കംപ്ലീറ്റ് ആയി, വെബ്സൈറ്റ് ആയി, കാര്യങ്ങളെല്ലാം ആയി. ഓക്കെ, ഇതിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു പോസ്റ്ററിൽ ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് എല്ലാ പോസ്റ്ററിലും, അതായത് സോഷ്യൽ മീഡിയ പോസ്റ്റർ അല്ല, അതുകൊണ്ട് അതിലൊരു നോർമൽ പോസ്റ്റർ ആണ്, അതുകൊണ്ട് അതിൽ ഒരുപാട് ഡാറ്റ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ ഒരു പത്രത്തിൻ്റെ കൂടെ കിട്ടുന്ന പോസ്റ്റർ, നിങ്ങൾ നോട്ടീസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതെങ്ങനെയാണ് വരിക, ഫസ്റ്റത്തെ പേജിൽ ഇതുപോലെ അപ് ടു 50% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു കാര്യം ഉണ്ടാവും സിമ്പിളായിട്ട്. പിന്നെ അതിൻ്റെ പുറകിലാണ് എന്തുണ്ടാവുക, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ പുറകിൽ എന്താ, ഇപ്പോൾ ടി വി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മൈജിൻ്റെ ഒക്കെ പോസ്റ്റർ നോട്ടീസ് വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മൈജിയോ ഇമേജോ അതിൻ്റെ പുറകിൽ എന്തുണ്ടാവും, ഓരോരോ ടി വി ഇത്ര റേറ്റ് ഉണ്ട്, നമ്മുടെ ഓഫർ പ്രൈസ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ലിസ്റ്റ് അതിൻ്റെ ബാക്കിൽ ഉണ്ടാവും. അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഇത്ര ഉണ്ടാവുള്ളൂ, ഫ്രണ്ട് സൈഡിൽ. ബാക്ക് സൈഡിലാണ് ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്തേക്ക് വരുന്ന ക്ലയൻറ്റ്, ഞാൻ 1-2 വട്ടം പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ, നമ്മുടെ അടുത്തേക്ക് വരുന്ന ക്ലയൻറ്റ് അവർക്കൊരു പോസ്റ്റർ വേണമെന്നേ പറയുള്ളൂ. കാരണം അവർക്ക് ഈ സോഷ്യൽ മീഡിയ പോസ്റ്ററും നോർമൽ പോസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും അവർക്കറിയില്ല. അവർക്കൊരു പോസ്റ്റർ വേണമെന്നേ പറയുള്ളൂ. ഇനി ഓൾറെഡി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെന്ത് പറയും, അവർ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയും. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിൽ ബോർഡ്, അതുപോലെ ഗ്ലാസ് പ്രിന്റ്, അതിനെ കൊട്ടിക്കാൻ വേണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ സൈസും കൂടെ പറഞ്ഞുതരും. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലി വരുന്ന അങ്ങനെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു 10% ആൾക്കാരാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുള്ളൂ. നോർമലി വരുന്ന പോസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും നമുക്കൊരു പോസ്റ്റർ വേണം, എന്നിട്ട് അവർ റെഫറൻസിന് നമുക്ക് ഇതുപോലെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തു തരും, ഒരു ഫോട്ടോ, ഒരു പോസ്റ്റർ നമുക്ക് അയച്ചു തരും. പിന്നെ അത് നോക്കിയിട്ട് അത് പക്ക അതുപോലെ ക്രിയേറ്റ് ചെയ്യല്ല, അതേ ഒരു സ്റ്റൈലാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഇതുപോലൊക്കെ ടെംപ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഉദ്ദേശിച്ച മാതിരി ഒന്നരയും നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. ടെംപ്ലേറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിലെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്നുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യണം, ക്ലയൻറ്റിനോട് നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ക്ലയൻറ്റിനോട് നമ്മൾ ചോദിക്കണം എന്തിനാണെന്നുള്ള കാര്യങ്ങൾ. അത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നും കൂടെ എന്തിനാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാനാണോ, എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ച് ചെയ്താൽ പിന്നീട് ഒരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യം വരില്ല. പിന്നെ നമ്മൾ 2 പണി എടുക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ചിലപ്പോൾ ക്ലയൻറ്റ് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലയൻറ്റ് ഇങ്ങോട്ട് വന്ന് നമുക്കത് അതിനുള്ളതാണ് ഇതിനുള്ളതാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നോർമൽ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്ന, ഇപ്പോഴല്ല, അങ്ങനത്തെ കുറച്ച് ടീമുണ്ട്. ടീം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അതായത് നോർമൽ പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് നോർമൽ പോസ്റ്ററും സോഷ്യൽ മീഡിയ പോസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പോൾ അവർ നോർമൽ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. പക്ഷെ അങ്ങനെയാണ്, നോർമൽ പോസ്റ്റർ വേറെ, സോഷ്യൽ മീഡിയ പോസ്റ്റർ വേറെ. അങ്ങനെയാണ് അതിൻ്റെ കടക്ക് വശം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനത്തെ ക്ലയൻറ്റ് വരുന്നുണ്ട്, അവർക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നോർമൽ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അതിൽ ആൾക്കാർക്ക് ക്യാച്ചിങ് ആയിട്ടുള്ള, പെട്ടെന്ന് കാണുമ്പോൾ അതിലേക്ക് നോക്കിയിരിക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ കുറച്ച് മിനിമൽ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പറഞ്ഞ പോലെ നോർമൽ പോസ്റ്ററിൽ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ കൺവിൻസ് ചെയ്യുക, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മളും നമ്മുടെ ക്ലയൻറ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ ഒന്നും കൂടി ഒന്ന് ബിൽഡ് ആവും. അപ്പോൾ ക്ലയൻറ്റിന് നമ്മളോടൊരു ട്രസ്റ്റ് തോന്നും. പിന്നീട് ഒരാൾക്ക് നമ്മളൊരു വിശ്വാസം വന്നാൽ പിന്നീട് എന്ത് ചെയ്യും, അവരുടെ വർക്ക് മൊത്തം നമുക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരുപാട് വർക്ക്, ഒരു ടീമിൻ്റെ കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ ഞാനാണ് ചെയ്യൽ. ഓക്കെ, അവർക്ക് ഫസ്റ്റ് ഞാനൊരു ലോഗോ ചെയ്ത് കൊടുത്തു. അവരെന്തായി ആ ലോഗോയിൽ ഇംപ്രസ് ആയിട്ട് അവരുടെ കംപ്ലീറ്റ് വർക്ക് പിന്നെ ഞാനാണ് ചെയ്യൽ. ഓക്കെ, കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് എത്ര വർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരു സീസണായി അതിന് പോസ്റ്റർ ചെയ്യണം, എത്രങ്ങാനും സീസൺ ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ടീമാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീക്ക്ലി പോസ്റ്റർ വേണം. ഓക്കെ, അല്ലെങ്കിൽ ചിലർ 3 ദിവസം കൂടുമ്പോൾ പോസ്റ്റർ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു ടീം നിലവിൽ എനിക്ക് അങ്ങനത്തെ ഒരു 25-26 ടീം ഇപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ട്. അവരുടെ മാത്രം അവരുടെ എല്ലാ വർക്കും നമ്മൾ തന്നെ ചെയ്യല്. സമയമാകുമ്പോൾ നമുക്ക് ചോദിക്കൊന്നുമില്ല. സമയമാകുമ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് അയച്ചു കൊടുക്കും ചെയ്തിട്ട്. ഓക്കെ, പിന്നെ മന്ത്ലി ആണ് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരല്. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ അവസാനം നമുക്ക് എന്തുണ്ട്, അഡ്വാൻസിങ് ഫ്രീലാൻസിങ് അഡ്വൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് എന്താ, ഇവിടെ ആഡ് ചെയ്യാനുള്ളത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം,
നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ. ഇൻസ്റ്റഗ്രാം ഐക്കൺ. ഫേസ്ബുക്ക് ഐക്കണ് നമുക്ക് ടെംപ്ലേറ്റ്, സോറി, സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്നില്ല. ഇപ്പം ഇൻസ്റ്റഗ്രാം ഒരു സർക്കിളിൻ്റെ ഉള്ളിലല്ലോ വന്നത്. ഫേസ്ബുക്ക് നമുക്ക് സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്നില്ല. ഇത് തിരിച്ചിട്ടാൽ മതി. പക്ഷെ പക്ക ഫേസ്ബുക്ക് അല്ല, അത് വേറെ എന്തോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സെക്ഷൻ മാത്രം എക്സ്പോർട്ട് ചെയ്ത് വെക്കുക. ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഫേസ്ബുക്കിൻ്റെ ഈ ഐക്കൺ ഇവിടെ ഇട്ട് ഒരു സർക്കിൾ ഇട്ടു. അല്ല, മനസ്സിലായി വന്നിട്ട് ഒരു സർക്കിൾ ഇട്ടു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണ്, ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാൻ പോണ്, ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോണ്. ബ്ലാക്ക് കൊടുത്തു, ഇതിന് വൈറ്റ് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്യാം, ഇതെന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. അതെന്താ വരാന്, അത് ഇതിൻ്റെ ഈ വട്ടത്തിൻ്റെ താഴെയാണ് കിടക്കണേ, അതാണ് വരാന്. അപ്പം എന്ത് ചെയ്യണം, അത് Alt 1 അടിച്ചിട്ട് ഈ വട്ടത്തിൻ്റെ മേലേക്ക് എന്ത് ഇടണം, F ഇടണം. എന്നിട്ട് എന്ത് ചെയ്യാം, അത് കറക്റ്റ് ആക്കിയിട്ട് വെക്കാം. ഓക്കെ, കറക്റ്റായി. ഇനി എന്ത് ചെയ്യുക, ഈ വട്ടവും ഈ എഫും സെലക്ട് ചെയ്ത് Ctrl G അടിക്കുക. ഓക്കെ, ഇനി നമ്മൾ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തുണ്ട്, ഡൗൺലോഡ് ദിസ് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഏത് ഫോർമാറ്റിൽ, SVG ഫോർമാറ്റിൽ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. SVG ഫോർമാറ്റ് ആക്കിയാണ്ട് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുക. അതെന്തായി, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇവിടെ ഫയൽ നെയിമിന് നമുക്ക്, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ്സിൽ വരിക, അപ്ലോഡ് കൊടുക്കുക. എന്നിട്ടിപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത SVG അവിടെ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് അപ്ലോഡ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്തുണ്ട്, സെലക്ട് ഐറ്റം അല്ല, മോറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടാഗ് കൊടുക്കുക. ടാഗിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇതിന് പേര് കൊടുക്കുക. ഞാൻ ഇവിടെ കൊടുക്കുന്ന FB ഐക്കൺ, എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. ഇപ്പോൾ FB ഐക്കൺ എന്തായി, ആ സേവ് ആയി. ഇനി എനിക്ക് എപ്പോഴെങ്കിലും ഇത് ആവശ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എപ്പോഴെങ്കിലും എനിക്കത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ വരിക. കാരണം നമ്മൾ ഇനി ഒരുപാട് സാധനങ്ങൾ ഇടുമ്പോൾ ഇത് ഒരുപാട് പുറകിലോട്ട് പോകും. ഇപ്പം എൻ്റെ വാട്ടർമാർക്കൊക്കെ എവിടെ കിടക്കുന്നത് എനിക്കും കൂടി അറിയില്ല. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, FB ഐക്കൺ എന്നാക്കി സെർച്ച് ചെയ്യാം. അപ്പോൾ എന്ത് വരും, അത് നമ്മൾ കൊടുത്തത് ഇവിടെ ആഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. 3 ഡോട്ട് കൊടുക്കുക, ഒന്നും കൂടി കൊടുക്കുക, FB ഐക്കൺ ക്യാപിറ്റൽ കൊടുത്താൽ മതി. ക്യാപിറ്റൽ കൊടുത്താൽ ശരിയാവുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ വരിക, FB ഐക്കൺ സെർച്ച് ചെയ്യാം. എന്നിട്ടും വന്നിട്ടില്ല. വാട്ട് ഹാപ്പൻഡ്, FB ഐക്കൺ എന്താ വരാത്തത്, ആഡ് ടാഗ്, FB സേവ് കൊടുത്തിട്ടുണ്ട്. സെർച്ചിൽ വന്നിട്ട് FB ആണ്. അപ്പോൾ ശരി, അത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ 2-3-4 വട്ടം ചെയ്താൽ മതി. 2 വട്ടം ചെയ്യുമ്പോൾ തന്നെ ശരിയാവും. ഇനി ഇവിടെ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ FB സെർച്ച് ചെയ്യാം. അപ്പോൾ FB എന്നാണ് അതിന് പേര് കൊടുത്തത്. സെർച്ചിലൊന്ന് FB സെർച്ച് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, FB കിട്ടും. ഇവിടെ എന്ത് കിട്ടും, എൻ്റെ FB വന്നു. മനസ്സിലായോ? ഇനി കണ്ടോ, എനിക്കിവിടെ എന്ത് ചെയ്യാം, കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം, വൈറ്റ് മാറ്റണമെങ്കിൽ ചുവപ്പ് ആക്കാണ്ട കളർ മാറ്റാം. അത് എന്തുകൊണ്ടാണ് എനിക്ക് കളർ മാറ്റാൻ പറ്റുന്നത്, ഞാൻ എന്താ ചെയ്തത്, എന്താ, ഞാനത് ഡൗൺലോഡ് ചെയ്തത് SVG ഫോർമാറ്റിലാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് കളറിലാണോ എക്സ്പോർട്ട് ചെയ്തത് ആ കളറിൽ തന്നെയാണ് എനിക്ക് ആ സാധനം കിട്ടുക. ഞാൻ ഡൗൺലോഡ് ചെയ്തത് എന്തിലാണ്, SVG ഫോർമാറ്റിലാണ്. അതുകൊണ്ടാണ് പിന്നീട് അത് എനിക്ക് ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ?
ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, SVG ഫോർമാറ്റിൽ തന്നെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ ഫേസ്ബുക്കിൻ്റെ നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണ്ട. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്, ട്വിറ്റർ, നമുക്ക് യൂട്യൂബ് ആക്കാം. യൂട്യൂബ് നമ്മൾ ചെയ്തില്ലല്ലോ ഇതുവരെ. യൂട്യൂബ് ഐക്കൺ, യൂട്യൂബ് ഐക്കൺ, ഇതാണ് യൂട്യൂബിൻ്റെ ഐക്കൺ. ഇപ്പം എന്തായി, യൂട്യൂബ് ഐക്കണുമായി. ഇപ്പം 3 ഐക്കണുമായി. ഞാൻ കറക്റ്റ് സെലക്ട് ചെയ്യാം, എന്നിട്ട് എല്ലാത്തിൻ്റെ സൈസും കറക്റ്റ് ആക്കാം. ഓക്കെ, ഫേസ്ബുക്ക് കുറച്ച്. ഓക്കെ, ഇപ്പം എല്ലാത്തിൻ്റെ സൈസും കറക്റ്റാണ്. ഇനി എന്ത് ചെയ്യാം, ഇവിടെ എന്താണോ ടെക്സ്റ്റ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ അത് നമ്മൾ എപ്പോഴും കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇത് 3 സെലക്ട് ചെയ്യുക, എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഇത് 3 സെലക്ട് ചെയ്യുക, എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സെക്ഷൻ മാത്രം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഡൗൺലോഡ് സെക്ഷൻ SVG കൊടുത്താൽ മതി. എന്നിട്ട് നേരത്തെ ചെയ്ത മാതിരി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ, ഇത് 3 ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴും വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇവിടെ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ആഡ് ടെക്സ്റ്റ്. ടെക്സ്റ്റിൽ ഇപ്പം എന്താ, ABCDEFG. ഫോണ്ടിൽ പോയിട്ട് ഓക്കെ, കറക്റ്റായില്ലേ? കുറച്ചും കൂടി അടുപ്പിച്ച് വെക്കാം. ഇനി ഇതെന്ത് ചെയ്യുക, ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യുക, കൺട്രോൾ G അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സൈസ് ഒന്ന് കുറക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് ചെയ്താൽ നമുക്ക് സൈസ് കുറക്കണതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൈസ് കുറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പം എന്ത് ചെയ്യുക, അൺഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് സൈസ് ഇനിയും കുറക്കുക. കൺട്രോൾ G സൈസ് നല്ലോണം കുറക്കുക. ഈ സൂം ചെയ്താൽ മതി, അതിൻ്റെ ഇത് എനിക്ക് കിട്ടി. സൂം ചെയ്താൽ മതി. സൈസ് കുറച്ചിട്ട് നിങ്ങൾക്ക് കുറയണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൂം ചെയ്താൽ മതി. ഓക്കെ, അപ്പം എന്തായി, നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമും ഇത് ആഡ് ആയി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണം അറിയോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതും കൂടി നമുക്ക് നേരത്തെ ചെയ്ത മാതിരി സേവ് ചെയ്ത് വെച്ചാൽ മതിയെന്ന്. ഞാൻ അതും കൂടി ചെയ്യാൻ പോകണം. കാരണം അത് നമുക്ക് എപ്പോഴും ആവശ്യം വരും. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, നിങ്ങളോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അതും കൂടിയും ചെയ്യാൻ പോകണം. ഇനി ഇതിൽ എന്താ ആഡ് ചെയ്യാനുള്ളത്, ആണ് ഗ്രൂപ്പ് കൊടുത്തിട്ട് ഇതിൽ നമുക്ക് ട്വിറ്ററും കൂടെ ആഡ് ചെയ്യാം. ട്വിറ്റർ ഐക്കൺ. ട്വിറ്റർ ഇപ്പം X ആണല്ലോ, ട്വിറ്റർ അല്ലല്ലോ. ട്വിറ്റർ എന്നുള്ള പേരിൽ ഇപ്പം X അല്ലേ, ഈ സാധനം പോയില്ലേ, ഇപ്പം X അല്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, X ആഡ് ചെയ്യും. ഓക്കെ, X ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പോവാ, ഓക്കെ 1 2 3 4 കൊടുക്കുക, ഗ്രൂപ്പ് കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് സെക്ഷൻ കൊടുക്കുക,
ഫോർമാറ്റ് മാറ്റി SVG ആക്കുക, ട്രാൻസ്പെറൻറ്റ് കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, അപ്ലോഡ്സിൽ വരിക, അപ്ലോഡ് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഈ ഡിസൈനിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഡിലീറ്റ് കൊടുക്കുക. എന്നിട്ട് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മോർ കൊടുക്കുക, കാറ്റഗറി ഡിജിറ്റലാണ്, പിന്നെ ആഡ് ടാഗിൽ ഐക്കൺ കൊടുക്കുക. സ്മാർട്ട് ടാഗിൽ നമുക്ക് വീഡിയോ ക്യാമറ അതവിടെ ഉണ്ട്, ഐക്കൺ കൊടുത്തു. ഇനി ഇവിടെ വന്ന് ഐക്കൺ സെർച്ച് ചെയ്താൽ ഉണ്ടോ, ഐക്കൺ സെർച്ച് ചെയ്തപ്പോൾ ഇത് വന്നു. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിന് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഉണ്ടോ, ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കളർ മാറ്റാൻ പറ്റുന്നുണ്ട്, ഉള്ളത്തെ വൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാറ്റാൻ പറ്റുന്നുണ്ട്. വേണ്ടാ, ഓക്കെ. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തു, പഠിച്ച്. നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നില്ലേ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഗ്രൂപ്പ് ആണ് എപ്പോഴും ഇതിൻ്റെ പൊസിഷനിലേക്ക് മാറ്റാം. ഗ്രൂപ്പ് കൊടുക്കുക, എന്നിട്ട് ഒന്ന് പൊക്കുക. ഓക്കെ, അപ്പം എന്തായി, നമ്മളെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ, നമ്മുടെ ഡിസൈൻ എന്തായി, കംപ്ലീറ്റ് ആയി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊടുത്താൽ ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുക്കുമ്പോൾ പിന്നെ ഒരു ബോറില്ല. ഓക്കെ, അപ്പോൾ എന്തായി, നമ്മുടെ ഡിസൈൻ എന്തായി, കംപ്ലീറ്റ് ആയി. അപ്പോൾ സെയിൽ പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ്, ഇവന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, സെയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കുള്ള എന്താ, അവയർനെസ് പോസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ല അപ്പോൾ ഈ ചെയ്യുന്നതിൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു അവയർനെസ് പോസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.